ഹലോ എവരിവൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സാധാരണ രീതിയിൽ കേരള PSC എക്സാമിനേഷൻ കലണ്ടർ നമുക്ക് പബ്ലിഷ് ചെയ്യും അല്ലേ? യെസ്, ഓരോ മാസത്തെയും എക്സാമിനേഷൻ കലണ്ടർ പബ്ലിഷ് ചെയ്യും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, വരാൻ വേണ്ടി പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ആഫ്റ്റർ കൺഫർമേഷൻ അവർ വീണ്ടും ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൊരു എക്സാമിനേഷൻ കലണ്ടർ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൽ നമുക്ക് എക്സാമിനേഷൻ ഡേറ്റും ഒക്കെ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു എന്നുള്ളൊരു ഡാറ്റ കൂടി കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? യെസ്, എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ ഇനി എഴുതാൻ വേണ്ടി പോകുന്ന അടുത്ത ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പരീക്ഷ എന്ന് പറയുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ്. അതിൽ 11,695 പേരായിരുന്നു കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പുള്ള ആൾക്കാരുടെ എണ്ണം. അതായത് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എത്രയായിരുന്നു? 11,695. കഴിഞ്ഞ 12-ാം തീയതി വരെ അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു കലണ്ടർ വന്നപ്പോൾ അതിൽ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് 7,052 മാത്രമാണ്. കണ്ടോ, എത്രയായിട്ട് കുറഞ്ഞു? അറൗണ്ട് ഒരു 40% ആൾക്കാരും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അതായത് അവർ ചിലപ്പം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല അല്ലേ, ചിലപ്പം പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല, അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ വേക്കൻസീസ് കുറവാണ്, ഞാൻ വെറുതെ എന്തിനാണ് ഒരു പോലെ ഒരു പരീക്ഷ എഴുതുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ മറ്റ് ജോലികളിലേക്ക് കയറിയവരായിരിക്കാം അല്ലേ. അങ്ങനെയുള്ള റീസൺസ് കൊണ്ട് കൺഫർമേഷൻ കൊടുക്കാത്ത ആൾക്കാരുടെ എണ്ണം ഏകദേശം ഒരു 4,600ഓളം പേരാണ് അല്ലേ. അത് ഏകദേശം ഒരു 40% ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ കാണാം. തുടങ്ങിയാലോ? യെസ്, കാറ്റഗറി നമ്പർ 123/2023 ആണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ പരീക്ഷയുടെ ഡേറ്റ് എപ്പോഴാണ്? യെസ്, ജൂലൈ മാസം 22 തിങ്കളാഴ്ച ഉണ്ടോ, 22/7/2024. കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു, 11-ാം തീയതി വരെയായിരുന്നു അല്ലേ. യെസ്, അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് പരീക്ഷയുടെ ഒരു 2 ആഴ്ച മുന്നേ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓൺലൈൻ പരീക്ഷ അല്ല, OMR പരീക്ഷയാണ് കേട്ടോ. OMR പരീക്ഷയായിരിക്കും, 100 മാർക്കിനായിരിക്കും. 90 മിനിറ്റാണ് ഉണ്ടാവുക. 75 മിനിറ്റാണോ? അല്ല, 90 മിനിറ്റാണ് ഉണ്ടാവുക. ടെക്നിക്കൽ പരീക്ഷകൾക്ക് 90 മിനിറ്റ് നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ. ഇംഗ്ലീഷിലായിരിക്കും പരീക്ഷ. ഇതാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ബിഫോർ കൺഫർമേഷൻ. കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ പറയുന്നത് 11,695 ദെൻ പ്രത്യേകത, ആ ഒരു പരീക്ഷ അന്ന് നടക്കാൻ വേണ്ടി പോകുന്ന ഒരു പരീക്ഷ കോമൺ എക്സാം ആയിരിക്കും കേട്ടോ. അതൊരു കോമൺ എക്സാം ആയിരിക്കും. വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്? യെസ്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പ്രകാരം SC ST കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെയായിരിക്കും. അതായത് ഇതൊരു കോമൺ എക്സാം ആയിരിക്കും അല്ലേ. 2 ലിസ്റ്റ് ഇടും. ഇപ്പം ഇതിൽ SC ST ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഏകദേശം എത്ര പേരായിരുന്നു? 849 പേരാണ് അപ്ലൈ ചെയ്തത്. നിലവിൽ കൺഫർമേഷന് ശേഷം അത് 600 ചില്ലറ വാല്യൂയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊരു കോമൺ എക്സാം ആണെന്ന് മനസ്സിലാക്കുക. ഡിഫറൻറ്റ് ലിസ്റ്റ് ആയിരിക്കും, ഡിഫറൻറ്റ് കട്ട് ഓഫ് ആയിരിക്കും. ഓക്കെ, യെസ്. കൺഫർമേഷന് ശേഷമുള്ള ഡീറ്റെയിൽസ് നോക്കിയാലോ. അപ്പോൾ ഈ 2 പരീക്ഷകളാണ്, ഈ 2 കാറ്റഗറി നമ്പറിലുള്ള പരീക്ഷകളാണ് 22-ാം തീയതി ജൂലൈ മാസം തിങ്കളാഴ്ച നടക്കുന്നത്. അത് രാവിലെയാണ് കേട്ടോ. 7:15 മുതൽ 9:15 വരെയുള്ള രാവിലത്തെ ഷെഡ്യൂളാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 7,052 കണ്ടില്ലേ, അതിനിയും കുറയും. ആക്ച്വലി എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഇതിൻ്റെ ഒരു 80%-ൽ താഴെ, ഒരു 70 to 80% ആൾക്കാർ മാത്രമേ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നുള്ളൂ. അത് കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. സാധാരണയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏതൊരു ടെക്നിക്കൽ പരീക്ഷയായാലും നിങ്ങളുടെ എക്സാം ഹാളിൽ ഒരു 14 മുതൽ 16 വരെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നോക്കിയേ, ടൈം കൂടി നോക്കിയേ, 7:15 ആണല്ലേ. ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് വളരെ വേക്കൻസി കുറഞ്ഞ ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ദിവസം പലരും വിചാരിക്കും, ഞാനധികം പഠിച്ചിട്ടൊന്നുമില്ല, വളരെ കഷ്ടപ്പെട്ട് ഇനി പോകേണ്ട ആവശ്യം എന്താ, അതും രാവിലെ 7:15 എക്സാം സ്റ്റാർട്ട് ചെയ്യും അല്ലേ. കുറേ പേര്, ഒരു അറൗണ്ട് ഒരു 20 to 30% ആൾക്കാർ ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്നൊരു 1,500 മുതൽ 2,000 മുതൽ ആൾക്കാർ വരെ എക്സാം എഴുതാൻ സാധ്യതയില്ല കേട്ടോ. ഇത് സാധാരണ സംഭവിക്കുന്നതാണ്. ഏതൊരു ടെക്നിക്കൽ പരീക്ഷ എടുത്താലും അറൗണ്ട് ഒരു 20 to 30% ആൾക്കാർ ആബ്സെൻ്റ് ആയിരിക്കും.
അപ്പോൾ അതുകൂടി നിങ്ങൾ നോക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും പരീക്ഷ എഴുതണം, മിസ്സാക്കരുത്. വേക്കൻസി കുറവാണെന്നുള്ള കാര്യം നിങ്ങളെ ബാധിക്കുകയും ചെയ്യരുത് കേട്ടോ. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, നിലവിൽ ഇത്രയായിരുന്നു ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നത്. 2 വേക്കൻസിയാണ് ഉള്ളത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും അഡ്വൈസുകൾ അതിൽ കൂടുതൽ പോകും. കാരണം ഈ ഒരു പരീക്ഷ ജൂലൈ മാസം നടക്കുന്നു. സോ ഒരു 6-8 മാസം കൊണ്ട് മിക്കവാറും അതിൻ്റെ ലിസ്റ്റ് വരും. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് വരും. ദെൻ ഇൻ്റർവ്യൂ, എന്തായാലും ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇതൊരു AE പോസ്റ്റാണല്ലേ, ഇൻ്റർവ്യൂ ഉണ്ടാവും, റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. സോ ഈ റാങ്ക് ലിസ്റ്റൊക്കെ വരാൻ ഏകദേശം എത്ര സമയം എടുക്കും? പരീക്ഷ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 9 മാസത്തിൽ കൂടുതൽ എടുക്കും കേട്ടോ. 9 മാസത്തിൽ കൂടുതൽ എന്തായാലും എടുക്കും. നിങ്ങൾ ഇതിനു മുമ്പുള്ള പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, KSEB സബ് എഞ്ചിനീയർ ഒക്കെ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം ഒരു 8 മുതൽ 10 മാസം വരെയൊക്കെ എടുക്കാറുണ്ട് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട്, അല്ലേ? ലിസ്റ്റ് വന്ന് അല്ലെങ്കിൽ അഡ്വൈസുകളൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു അറിയോ? പാരലായിട്ട് മുമ്പ് നടന്നിട്ടുള്ള പരീക്ഷകളുടെ അല്ലെങ്കിൽ മുമ്പ് നടന്നിട്ടുള്ള അഡ്വൈസുകൾ വീണ്ടും പോകാൻ വേണ്ടി തുടങ്ങും. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും PWD AEയുടെ ഒക്കെ അഡ്വൈസുകൾ ഇപ്പം പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ദെൻ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനും NJDs വന്നിട്ട് അഡ്വൈസുകൾ പോകുന്നുണ്ട്. ദെൻ അപ്പോഴേക്കും KSEB AEയുടെ ഒക്കെ എന്ത് സംഭവിക്കും? അഡ്വൈസുകൾ പോയി തുടങ്ങും. ഓക്കെ, KSEB സബ് എഞ്ചിനീയർ ഒക്കെ പോയി തുടങ്ങും. ദെൻ ലെക്ചർ ഇൻ പോളിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെയും ഇൻ്റർവ്യൂസും റാങ്ക് ലിസ്റ്റൊക്കെ വന്നിട്ട് അതിൻ്റെയും എന്ത് സംഭവിക്കും? അഡ്വൈസുകളൊക്കെ പോകും. സോ ഇവരൊക്കെ ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ടാവും. നിലവിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത കുറേയധികം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷകൾക്ക് പഠിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് സംഭവിക്കും? ഈ ഒരു പരീക്ഷ എന്തായാലും എഴുതും, നിർബന്ധമായിട്ട് എഴുതും. കാരണം എന്താ, അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഏരിയാസാണ് അല്ലേ. സോ അവരൊക്കെ ഈ പറയുന്ന ജോബുകളിലേക്ക് പോകുന്നതോട് കൂടിയിട്ട് ഈ പരീക്ഷകൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിയമനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേക്കൻസി നോക്കിയിട്ട് പരീക്ഷ എഴുതുന്ന പരിപാടി നിർത്തുക. ഒരു പോസ്റ്റെങ്കിൽ ഒരു പോസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുതൽ അഡ്വൈസുകൾ പോകാൻ സാധ്യതയുള്ള പോസ്റ്റാണ്. അതുകൊണ്ട് പഠിച്ചവരാണെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് പരീക്ഷ എഴുതുക. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. വേക്കൻസി നോക്കിയിട്ട് ഇതെനിക്ക് വേണ്ട എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഓക്കെ, വലിയ വേക്കൻസികൾ വരുന്ന പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാലേ വരുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വളരെ ചെറിയ പോസ്റ്റുകളായിരിക്കണം. ഇപ്പം ഓപ്പറേറ്റർ പോലെയുള്ള പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ വേക്കൻസികൾ വരും അല്ലേ. നമ്മൾ പറയില്ലേ, ഇപ്പം LGSും LDC ഒക്കെ ആണെങ്കിൽ കുറേ വേക്കൻസികൾ ഉണ്ടാവും. പക്ഷേ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ PG ലെവൽ പരീക്ഷകൾക്കൊക്കെ വേക്കൻസികൾ കുറവായിരിക്കും. അത് അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് വേണ്ടത് ഏത് തരം പോസ്റ്റുകളാണ് നിങ്ങൾ തീരുമാനിക്കുക. ഒരു BTechകാരൻ അല്ലെങ്കിൽ MTechകാരനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ബൾക്ക് വേക്കൻസികളുള്ള അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഏറ്റവും നല്ല പോസ്റ്റ് ഏതാണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. അതൊന്നും മോശമാണെന്നല്ല, പക്ഷേ ക്വാളിഫിക്കേഷൻ കൂടിയ പോസ്റ്റുകളാണെങ്കിൽ അതിന് വേക്കൻസീസ് കുറവ് തന്നെയായിരിക്കും കേട്ടോ. അത് മനസ്സിലാക്കുക. നിങ്ങൾ വേക്കൻസി കൂടിയ പോസ്റ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ കാലം അങ്ങനെ ഇരിക്കേണ്ടി വരുന്ന കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ സിലബസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് കാലങ്ങളായിട്ട് ഒരു 1-2 വർഷമായിട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരുന്ന ഒരു സിലബസാണ്. 10 ടോപ്പിക്കുകളായിരിക്കും ഉണ്ടാവുക. ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് 10 മാർക്ക്. പൊതുവെ കുറച്ച് ഈസി ആയിട്ടുള്ളൊരു പോർഷനാണ് ഇലക്ട്രിക് സർക്യൂട്ട്. ദെൻ മാഗ്നറ്റിക് സർക്യൂട്ട്, ഇതും വളരെ കുറച്ചൊരു ഈസിയാണ്, കമ്പാരറ്റീവ്ലി ഈസിയാണ്. ദെൻ DC ജനറേറ്റേഴ്സ് മാത്രമല്ല കേട്ടോ, ഇത് മൊത്തം മെഷീൻസാണ്, ഇലക്ട്രിക് മെഷീൻസാണ് ഇത് മൊത്തം വരുന്നത്. അതിൽ നിന്ന് 10 മാർക്ക്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതിൻ്റെ കൂടെ മൈക്രോ പ്രോസസ്സർ കൂടിയുണ്ട്, 10 മാർക്ക്. പവർ സിസ്റ്റത്തിന് 10 മാർക്ക്. വളരെ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് പവർ സിസ്റ്റം. ദെൻ കൺട്രോൾ സിസ്റ്റം 10 മാർക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഇലക്ട്രോണിക്സ്, ഇതൊക്കെ കുറച്ച് കമ്പാരറ്റീവ്ലി കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ദെൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വളരെ ഈസിയാണ് കമ്പയറിങ് ടു അതർ ടോപ്പിക്ക്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയ ആണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം കമ്പാരിറ്റീവ്ലി ഈ ഭാഗത്തു നിന്നൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ദെൻ സാമ്പിളിംഗെന്നും ഏലിയാസിംഗെന്നും സീറോ ഓർഡർ, അതിൻ്റെ അതൊക്കെ കുറച്ചൊരു ടഫായിട്ടുള്ള ഭാഗങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയാസാണ്. കോസാലിറ്റി, ലീനിയാരിറ്റി തന്നിട്ടുള്ള ഓരോ റെസ്പോൺസുകളൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ സിഗ്നൽസ് കൊടുത്തിട്ട് ഏത് ടൈപ്പ് ഓഫ് സിഗ്നലാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നല്ല കൺസെപ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ട്രാൻസ്ഡ്യൂസേഴ്സ്, കഴിഞ്ഞ പ്രാവശ്യം വന്ന KCB Aയിലൊക്കെ കുറച്ചൊരു ടഫായിട്ട് വന്ന പോർഷൻസ് ഇവിടുന്ന് ഉണ്ടായിരുന്നു. LVDT, ഈ ട്രാൻസ്ഡ്യൂസേഴ്സിനൊക്കെ കുറച്ചൊരു ടഫ് പോർഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ
ഈ ബാറ്ററീസ്, വയറിങ്, ഇല്ലുമിനേഷൻ, എർത്തിങ് അതൊക്കെ വളരെ സിമ്പിളായിട്ട് 2 മാർക്ക് 2 മാർക്ക് 2 മാർക്ക് 2 മാർക്ക് ആ രീതിയിൽ ചോദിക്കുന്ന ഏരിയാസാണ് കേട്ടോ. സോ എനിക്ക് പറയാനുള്ളത്, നിലവിൽ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിച്ച ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും. ദെൻ പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പഠിച്ച് തുടങ്ങുക. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ഇലക്ട്രിക്കൽ എക്സാം വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് ഒന്നും ആയില്ല, പക്ഷേ നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാവും കേട്ടോ. എന്തായാലും ഒരു ലോങ് ടേമിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസം കൊണ്ടൊക്കെ പഠിച്ച് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലെവൽ എക്സാം കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നോർമലായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇന്ന് നിലവിൽ ജോലിയിൽ കയറിയിട്ടുള്ള അല്ലെങ്കിൽ ലിസ്റ്റിൽ കയറിയിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ മാസങ്ങളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലൊക്കെ പഠിച്ചിട്ട് മാത്രം കിട്ടുന്ന ആൾക്കാരാണ്, മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ സിലബസിൻ്റെ കൂടെ ഈ ഒരു ഭാഗം കൂടിയുണ്ട്. ചിലപ്പോൾ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് സിലബസിലില്ലാത്ത കുറച്ച് ഏരിയാസ് കൂടി ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം. പക്ഷേ നിലവിൽ ഇങ്ങനെ സിലബസ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് അങ്ങനെ വരാറില്ല. നിലവിൽ ഈ അടുത്ത് നടന്ന ഇലക്ട്രിക്കൽ പരീക്ഷകളൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഔട്ട് ഓഫ് സിലബസ് അധികം വന്നിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സിലബസ് മാത്രം പഠിച്ചാൽ മതി, എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ അല്ലേ? യെസ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ ഇലക്ട്രിക്കൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.